4 നമുക്ക് മാറ്റർ ചെയ്യുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രമാണ് കേട്ടോ. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ്. 4ഉം 8ഉം ഏകദേശം ഒരേപോലെയാണ്. 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ we can divide the number by 6. Hello all, welcome to CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് 9th നവോദയയുടെ ഒരു പോർഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഡിവിസിബിലിറ്റി റൂൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? കുറച്ച് നമ്പേഴ്സിൻ്റെ ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവിസിബിലിറ്റി കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഒത്തിരി ഡിവൈഡ് ചെയ്തൊന്നും എടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടില്ല. ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ഈ പോർഷൻ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. ഡിവിസിബിൾ ബൈ 2 എന്താണ് കണ്ടീഷൻ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം, ഇല്ലെങ്കിൽ ഈവൻ ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പറയാനാണെങ്കിൽ 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം? നമുക്ക് ഡിവിസിബിൾ ബൈ 2 ആണെന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്? 12, 86, 472, 520, 1000 അല്ലെ. എല്ലാം ഒന്നെങ്കിൽ 0, 2, 4, 6 and 8 ഏതെങ്കിലും ഒരു ഡിജിറ്റിൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വണ്ണോ 3. ഈ 3യുടെയും 9യുടെയും ഡിവിസിബിലിറ്റി ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. 3യുടെ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം? നമുക്കൊരു വലിയൊരു നമ്പർ ഉണ്ട് അല്ലെ. ഇതാ ഇവിടെ ഒരു 1233 ഉണ്ട്. എങ്ങനെയാണ് ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടുപിടിക്കുക? ഡിജിറ്റ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. അതിൽ ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുക കേട്ടോ. ഓരോ ഡിജിറ്റും ആഡ് ചെയ്യുക. ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 + 2 3 ഉണ്ട്, 3 + 3 6, 6 + 3 9 കിട്ടി അല്ലെ. അങ്ങനെ നമുക്ക് കിട്ടുന്ന സമ്മ് ഡിവിസിബിൾ ബൈ 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതാ ഈ ഫസ്റ്റ് നമ്പറും എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. നമുക്ക് വേറെ ഒരു നമ്പർ നോക്കാം. കുറച്ച് വലിയൊരു നമ്പർ ആണ് അല്ലെ. പക്ഷെ നമുക്ക് എന്തറിയണം? ഡിവിസിബിൾ ബൈ 3 ആണോ എന്നറിയണം അല്ലെ. എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഒരു 7 ഡിജിറ്റ് നമ്പർ നമുക്ക് പെട്ടെന്ന് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 3 + 4 + 6 + 2 + 8 + 9 + 1. അഡീഷൻ നമുക്കൊന്ന് എളുപ്പമായിട്ട് ചെയ്താലോ? 6 + 4 10 അല്ലെ. 10 8ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 10 കിട്ടും. അപ്പൊ എന്തായി? 20 ആയി. ഇതാ ഇവിടെ വീണ്ടും 9ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 തന്നെയല്ല. അപ്പൊ എത്രയായി? 30 ആയി. 30 + 3 33 ആണ് വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 33 ഡിവിസിബിൾ ബൈ 3 ആണെന്ന് അറിയാമെങ്കിൽ എഴുതുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയതിനെ വീണ്ടും നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 + 3 = 6. ഒരു സമ്മ് കിട്ടുമ്പോൾ അത് കുറച്ച് വലിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ ഡിജിറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താണ്? 6 is divisible by 3. സോ നമുക്ക് എന്ത് പറയാം? ഈ നമ്പർ അല്ലെ. അതായത് 34,62,891 is also divisible by 3. എല്ലാവർക്കും ക്ലിയർ ആയോ? 4ലേക്ക് പോവാം നമുക്ക്. എന്താണ് 4ന്റെ റൂൾ എന്ന് പറയുന്നത്? 4 നമുക്ക് മാറ്റർ ചെയ്യുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രമാണ് കേട്ടോ. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ്. 4ഉം 8ഉം ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. 3ഉം 9ഉം ഒരുപോലെയാണെന്ന് പറഞ്ഞ പോലെ 4ഉം 8ഉം ഏകദേശം സിമിലർ ആണ്. കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമുക്ക് 8ലേക്ക് വരുമ്പോൾ പറയാം. ഇതിന് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഒരു നമ്പർ എടുത്തു 6428. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താണ്? 28 ആണ്. 28 is divisible by 4 അല്ലെ. 4 കൊണ്ട് ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഹോൾ നമ്പറും ഡിവിസിബിൾ ബൈ 4 ആണ്. അല്ലെങ്കിൽ എന്തുകൂടെ വരാം? അവിടെ 2 സീറോസും കൂടെ വരാം. 6400 കേട്ടോ. 2 സീറോസ് കൂടെ എൻഡിൽ വന്നു കഴിഞ്ഞാൽ 2 സീറോസ് വേണം കേട്ടോ. 2 സീറോസ് വന്നാൽ നമുക്ക് എന്ത് പറയാം? അത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാം. വലിയൊരു നമ്പർ ആണ് കണ്ടോ. എത്രയാണ്? 89,64,324. ഡിവിസിബിൾ ബൈ 4 ആണോ? എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി നമ്മള്?
ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താണ് വരുന്നത് 24 is divisible by 4. അതുകൊണ്ട് ആ ഹോൾ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഡിവിസിബിലിറ്റി ഓഫ് 5 വേഗം പറഞ്ഞേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? എന്ത് നോക്കിയാൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് അല്ലെ, ലാസ്റ്റ് ഡിജിറ്റ് എൻഡ് ചെയ്യുന്നത് ഏത് ഡിജിറ്റിലാന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് 2 ഡിജിറ്റേ പറ്റുള്ളൂ? 0 and 5. 0 അല്ലെങ്കിൽ 5 ആയിരിക്കും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ. എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? 45 4350 സീറോയിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. 135 5ലാണ് എൻഡ് ചെയ്യുന്നത്. 14850 സീറോയിലാണ് എൻഡ് ചെയ്യുന്നത്. 5ന്റെ എളുപ്പമാണ് അല്ലെ. 6ലേക്ക് വന്നാലോ? 6നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അല്ലെ. 6 ഈക്വൽ ടു 2 into 3 എഴുതാൻ പറ്റുമോ നമുക്ക്? 2 into 3 ആണല്ലേ 6 എന്ന് പറയുന്നത്. അപ്പോ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ we can say that the number is divisible by 6. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ ഇപ്പൊ 2 കൊണ്ട് ഡിവിസിബിൾ ആണ് പക്ഷെ 3 കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ 2 നടക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഡിവിസിബിൾ ആണെന്ന് പറയരുത് കേട്ടോ. രണ്ടും പോസിബിൾ ആയിരിക്കണം. 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ we can divide the number by 6. So 18 എന്താണ്? 18 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 8ൽ എൻഡ് ചെയ്യുന്നു, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 plus 8 9 ആണ് അല്ലെ. 9 is divisible by 3, അതുകൊണ്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ അതെന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 1440 അല്ലെ, 0ൽ എൻഡ് ചെയ്യുന്നു. സോ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 1 plus 4 plus 4 plus 0 എത്ര വരും? 9 വരും. 9 is divisible by 3. അപ്പൊ എന്താണ്? 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണ്. സോ ഇറ്റ് ഈസ് divisible by 6. ഇനി 7ന്റെ ഡിവിസിബിലിറ്റിയോ നമ്മൾ പൊതുവെ പഠിക്കാത്തൊരു കാര്യമാണ് അല്ലെ. 7ന്റെ നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്തിട്ടാ പോകുന്നത്. പക്ഷേ 7ന് ഒരു റൂൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ വലിയ ക്ലാസ്സിലേക്ക് വന്നത് കൊണ്ട് നമ്മളിത് പഠിക്കുന്നതാണ്. എന്താണ് റൂൾ എന്ന് നോക്കിക്കേ. എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. 658 കണ്ടോ, 658 ഇതില് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുകയാണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 8 ആണ് അല്ലെ. 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കണ്ടോ. 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ എത്രയാണോ വന്നിരിക്കുന്നത്, 2 ഡിജിറ്റ് ആണെങ്കിലും 3 ഡിജിറ്റ് ആണ്, ബാലൻസ് അവിടെ എന്തുണ്ടോ അതിൽ നിന്നും നമ്മൾ ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ടോട്ടൽ നമ്പറും ഡിവിസിബിൾ ബൈ 7 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ ചെയ്യാ? ലാസ്റ്റ് ഡിജിറ്റ് ഇൻറ്റു 2 ചെയ്യും അല്ലെ. അപ്പൊ എന്താ വരാ? 16 ആണ് വരാ. ആ 16നെ ബാക്കിയുള്ള നമ്പറിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലെ. 16നെ ബാക്കിയുള്ള നമ്പർ എന്താണ്? 8 പോയി കഴിഞ്ഞാൽ ബാക്കി 65 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ we get 49. 49 is divisible by 7. അതുകൊണ്ട് 658 is also divisible by 7. ക്ലിയർ ആയോ എല്ലാവർക്കും? പുതിയൊരു റൂളാണ്. കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കണം കേട്ടോ. നമ്മുടെ 2025 നവോദയയുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. പേഴ്സണൽ മെന്റർ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഒക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് എക്സാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോക്ക് എക്സാമും ഒക്കെ നമ്മൾ നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്